ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ പറിക്കുന്നത് ചെനച്ച മാങ്ങ കേട്ടോ. ചെനച്ച മാങ്ങ എന്ന് വെച്ചാൽ ചെറുതായിട്ട് മധുരം വെച്ച് തുടങ്ങുന്ന മാങ്ങ. അതിനാണ് അച്ചാറിടാൻ ഏറ്റവും ടേസ്റ്റ് കൂടുതലും. എനിക്കതാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 1 കിലോയിൽ കൂടുതൽ മാങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തൊലിയെല്ലാം ചെത്തി മാറ്റുന്നുണ്ട്. തൊലിക്ക് കുറച്ച് കട്ടിയുള്ള മാങ്ങ കേട്ടോ, അതുകൊണ്ട് തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ ഒരുപാട് നാൾ കേടാകാതെ ഇരുന്നോളൂ കേട്ടോ. അതേപോലെ ഒരുപാട് വിനാഗിരിയും ഇതിലേക്ക് ചേർക്കുന്നില്ല. മാങ്ങയെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഇതിലും ഒന്നുകൂടെ ടേസ്റ്റാണ് കല്ലുപ്പ് ചേർത്ത് നമ്മൾ അച്ചാറിടുമ്പോൾ. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഇത് കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല വെള്ളം ഇറങ്ങും. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അച്ചാറിടാൻ തുടങ്ങാം. ഉപ്പെല്ലാം പുരട്ടി മാറ്റി വെച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ചേക്കാം, ഇല്ലെങ്കിൽ കണ്ണീച്ച പോലുള്ള പ്രാണികൾ വന്നിരിക്കും കേട്ടോ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. എല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു സാധനം കൂടെ ചൂടാക്കി എടുക്കാനുണ്ട്, കായമാണ്. അപ്പോൾ കായ ഒന്ന് വറുത്തെടുക്കാൻ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു പീസ് കായമാണ് ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പമൊന്നുമില്ല കേട്ടോ. 1 കിലോ മാങ്ങയ്ക്കുള്ള അളവിലാണ് ചേർക്കുന്നത്. ചെറിയൊരു പീസാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം മൊരിച്ചെടുക്കുക കേട്ടോ. അത് നന്നായി കുറച്ചൊന്ന് വീർത്ത് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ ഉലുവയും കടുവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കായയും കൂടെ ചേർത്ത് ഒന്നിച്ചങ്ങ് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. മാങ്ങ പുരട്ടി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 5 മണിക്കൂറോളം ആകാറായിട്ടുണ്ട്. ഇനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഈ ചൂടായ ചട്ടിയിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്ന എണ്ണ, നമ്മൾ ആ കായം വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, അത് കളയരുത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു മണം കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കൈപ്പിടി അളവിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുളക് പൊടിയായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ട് നല്ല കളർ വരണം. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒരു 2 സ്പൂണ് വിനാഗിരിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ വെള്ളത്തോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പുളി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് ഞാൻ നോക്കിയപ്പോൾ അധികം പുളിയില്ല, അതുകൊണ്ട് അത് മൊത്തം അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായവും കൂടെയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും വരും. അതാണ് ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പൊടി നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് എപ്പോൾ അച്ചാറിടാൻ തോന്നിക്കഴിഞ്ഞാലും ഈ ഒരു പൊടി ഉപയോഗിക്കാം. അപ്പം നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പം കുറച്ച് ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ച് മാത്രം പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും വെളിയിൽ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. എടുക്കുന്ന സ്പൂണും അതേപോലെ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുന്ന കണ്ടെയ്നറും ഒട്ടും വെള്ളമയം കാണരുത് കേട്ടോ. അപ്പോൾ സ്പൂൺ ഇട്ട് വെക്കരുത്. അപ്പോൾ ആവശ്യത്തിന് അപ്പോൾ സ്പൂണ് തുടച്ചിട്ടൊക്കെ വേണം അച്ചാറെടുക്കാൻ. അപ്പോൾ ഇത് തീരുന്നിടം വരെ ചീത്തയാവാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയില്ലേ.